ഹലോ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരാളുടെ പിറന്നാളാണ്. അവർക്ക് ചെറിയൊരു പണി കൊടുക്കാനുള്ള ചെറിയൊരു പരിപാടിയിലാട്ടോ. അതിനായിട്ട് ഇതുപോലെ 1/2 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇത് ഗ്ലാസ് വെച്ചിട്ട് ഒരു തുരങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ജാറിലായിട്ട് ഒരു സാധനം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പണി കൊടുത്താലും പൊളിച്ചെടുക്കും. അതുകൊണ്ട് ഇങ്ങനൊരു പണി വയ്ക്കാൻ ഇതൊരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഭവമായിരിക്കും. അങ്ങനെ അതാ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ക്രീം വെച്ച് ഫില്ലാക്കി അതിൻ്റെ മുകളിൽ നമുക്കൊരു പേരും കൂടി എഴുതിയെടുക്കണം. ഇവളെല്ലാവർക്കിട്ടും പണി കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇവക്കിട്ടൊരു പണി കൊടുത്തിൽ നമ്മൾ വെറും ശശിയായി പോകില്ലേ. അതിനാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത്. ഞാനും റിസ്വാനയും കൂടി കുറേ ദിവസമായി ആലോചിക്കുന്നത് എന്ത് പണി കൊടുക്കുന്നത്. അപ്പം എന്തായാലും ഇവൾ പൊളിക്കും. അതുകൊണ്ട് ഇങ്ങനൊരു പണി അവൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ഇതാ സാധനം അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ക്രീം വെച്ച് ഫില്ലാക്കി ബാക്കി അത് ഫിനിഷിങ് ചെയ്തു. ഇനി പേരെഴുതട്ടെ. പിന്നെ വേറൊരു കാര്യം, ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബാക്കി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അങ്ങനെ ഇതാ പേരെഴുതിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ചക്കര എന്നാട്ടോ എഴുതിയേക്കുന്നത്. അപ്പോൾ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണല്ലേ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ആണേ ബർത്ത്ഡേ. അപ്പോൾ രാവിലെ കുളിയും കഴിഞ്ഞ് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സെറ്റായി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് കേക്കൊന്നും വാങ്ങുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല ആൾക്ക്. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി കോളിംഗ് ബെൽ അടിക്കട്ടെ കേട്ടോ. ആരാണാവോ വാതിൽ തുറക്കുന്നത്? ചെറിയ ആളുണ്ടല്ലോ, അവളാണ് ഭീകരി കേട്ടോ. അവൾ ചാടി വന്ന് വാതിൽ തുറക്കും. എന്താ കയ്യിലുള്ളത്? അല്ല, അതാ ചക്കര തന്നെയാണ് വാതിൽ തുറന്ന്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്ക് കേക്ക് കൈമാറി. അപ്പോൾ അവളിതാ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് മുറിക്കാം. അപ്പോൾ അവൾ ഡ്രസ്സൊക്കെ മാറി സെറ്റാവാൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മുറിക്കാം കേട്ടോ. ഇതൊക്കെ അപ്പം ചക്കര റെഡിയായി വന്നിട്ടുണ്ട്. അവളാകെ സന്തോഷത്തിലാട്ടോ. പിന്നെ കേക്ക് അവൾ പറയുന്നുണ്ട് കേക്ക് കൊണ്ടുവരും ഞാൻ പ്രതീക്ഷയില്ല, അമ്മയല്ലേ ഇന്ന് വാങ്ങുന്നില്ല എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. അപ്പം അതാ നമ്മുടെ കേക്കിൽ കത്തി കാണുന്നില്ല. അതിനു വേണ്ടി പിന്നെ തപ്പി കത്തി കിട്ടി. അപ്പം അതാ ഞാൻ മുറിക്കാമെന്നും പറഞ്ഞ് ചെറുതും കച്ചറോടി അങ്ങനെ പിടിച്ച് വാങ്ങി ചക്കര കേക്ക് മുറിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം അതാ ശ്രദ്ധിച്ചോ, നമ്മുടെ കേക്ക് മുറിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് കാണാം. അതാ എന്തോ ഒരു സാധനം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് തുറന്നെടുക്കുന്നുണ്ട് അവൾ. അതാ അപ്പം ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതാ ചക്കര അതിലായി പോയിട്ടോ. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ കേക്ക് മുറിയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഇപ്പം എല്ലാവരും കൂടി അതെന്താന്ന് അപ്പത്തേക്ക് അതാ ചെറിയ ആളതാ ഞാൻ മുറിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കത്തിയെടുത്ത് കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അവളെടുന്ന് പിടിച്ച് വാങ്ങിയിട്ട് ചക്കരേനെ കൊണ്ട് കേക്ക് മുറിച്ചു. അപ്പോഴത്തേക്ക് അതാ ബോട്ടിൽ ചെറിയവൾ കൈക്കലാക്കിയേ. എന്താ സംഭവം എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. അപ്പോൾ അതാ ചക്കര കേക്കൊക്കെ മുറിച്ച് അച്ഛന് കൊടുത്തു. പിന്നെ അതാ എനിക്കും തന്നു കേട്ടോ. അങ്ങനെ കേക്കുകൾ പീസാക്കിയിട്ട് എല്ലാവർക്കും വീതം വെച്ച് പിന്നെ അതാ അവർ ആ ബോട്ടിൽ എന്താണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയില്ല കേട്ടോ. അതെന്നിട്ടും അവരത് തുറന്നു നോക്കിയിട്ടില്ല. അപ്പം അതാ ചക്കര പിന്നെയും ആ ബോട്ടിലെടുത്തിട്ട് അതിലെന്താണെന്ന് നോക്കുകയാണ്. അതാ തുറന്നപ്പോൾ അതിലൊരു പാദസരമായിരുന്നു. അവൾ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന പാദസരം വേണം എന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പം കിട്ടൂല എന്നും പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഇന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുത്തേ. അപ്പം ബാക്കി എല്ലാവരും അപ്പോൾ ഒരു പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പിറന്നാളിന് രാവിലെ കുട്ടികൾക്ക് മിഠായിയൊക്കെ കൊണ്ടുപോയി. അപ്പം ബാക്കി എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തു. അടുത്തുള്ളവർക്കൊക്കെ പായസമൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പങ്കുകൊടുത്തു. ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ സോനുവും റിസ്വാനയും ഉണ്ടായിരുന്നു കേട്ടോ. അവളും ഞങ്ങളും എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചൊരു ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ ചക്കര ഇതാ ഫുൾ ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഇതാ അവളെ പാദസരം കാലിലിട്ട് നോക്കിയിട്ടുണ്ട്. പാദസരം നന്നായി ചേരുന്നൊക്കെ ഉണ്ട് കേട്ടോ കാലിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.